ചപ്പാത്തിക്കും പൂരിക്കും പത്തിരിക്കും പൊറാട്ടയ്ക്കും എല്ലാം പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഏകദേശം 5 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് 400 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി ചതുരത്തിൽ മുറിച്ച് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കാം. താല്പര്യമില്ലാത്തവർ ക്യാരറ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള നൈസായി അരിഞ്ഞത് ചേർക്കാം. ഒരു മീഡിയം തക്കാളിയുടെ 1/4 ഭാഗം നൈസായി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ഒട്ടും കൂടുതൽ ചേർക്കരുത്. ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. കൂടാതെ നിങ്ങളുടെ എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും നന്നായി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. നല്ല കുറുകിയ കറി വേണ്ടവർ 1 കപ്പ് വെള്ളം ചേർത്താലും മതിയാകും. എല്ലാം ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വെയിറ്റ് ഇട്ട് 3 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ച് 1 വിസിലടിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കാം. 3ാമത്തെ വിസിലടിച്ച ശേഷം കുക്കറിൽ ആവി നിറഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ആവി അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ കുക്കറിലെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നന്നായി ഉടയുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് 2ആയി മുറിച്ച് ചേർക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്ത് വന്നാൽ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നിങ്ങളുടെ പാകത്തിന് ചെയ്താൽ മതി കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി ആവശ്യത്തിന് കുറുകിയാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.